നമസ്കാരം. തുറമുഖത്തേക്കുള്ള യാത്രക്കിടയിൽ MV പ്ലൂട്ടോ എന്ന വ്യാപാര കപ്പൽ അറബിക്കടലിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഈ കപ്പൽ ആക്രമിച്ചവരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ അല്ല, മറിച്ച് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് കടലിനടിയിൽ പോയി ഒളിച്ചാലും ഈ ആക്രമണം നടത്തിയവരെ കണ്ടെത്തി അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഇന്ത്യൻ നാവികസേന കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. കടലിലെ ആക്രമണങ്ങളെ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവതരമായാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും സൗദി അറേബ്യയിൽ നിന്നും ന്യൂ മംഗലാപുരം തുറമുഖത്തേക്ക് അസംസ്കൃത എണ്ണയുമായി വരികയായിരുന്ന MV പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ വെച്ച് ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. ഹൂതി തീവ്രവാദികൾ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യൻ തീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. വൻ സ്ഫോടനം നടന്നു എങ്കിൽ പോലും ആളപായം ഉണ്ടാവാഞ്ഞത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ആക്രമണത്തിന് 2 ദിവസത്തിന് ശേഷം തീരരക്ഷാ സേനയുടെ സഹായത്തോടു കൂടി ഈ കപ്പൽ മുംബൈയിലെ ഹാർബറിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നാലെ അറബിക്കടലിൽ ഇന്ത്യ 3 യുദ്ധ കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിവയാണ് നിലവിൽ വലിയ നിരീക്ഷണത്തിന് വേണ്ടി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കടലിലെ ആക്രമണം അതീവ ഗൗരവതരമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നാവികസേനയുടെ ഭാഗത്ത് നിന്നും പ്രത്യേകമായ നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധ സന്നാഹം തന്നെയാണ് ഈ തീരത്ത് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിരീക്ഷണത്തിന് വേണ്ടി യുദ്ധ കപ്പലുകൾ കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് VCT മലയാളം.